ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. അങ്ങനെ ആ രുക്മിണിയുടെ ദൂതുമായിട്ട് ബ്രാഹ്മണൻ ദ്വാരകയിൽ എത്തുന്നു. ആ ബ്രാഹ്മണനെ ഭഗവാൻ യഥാവിധി സത്കരിക്കുന്നു. അതാണ് 5-ാമത്തെ ശ്ലോകം. ദ്വിജസുതഃ അപി ച ദ്വിജസുതോപി ച തൂർണമുപായയൗ തവ പുരം ഹി ദുരാശ ദുരാസദം മുദം അവാപ ച സാദര പൂജിതഃ മുദമവാപ ച സാദര പൂജിതഃ സഹ ഭവതാ ഭവതാപഹൃതാ സ്വയം. ദ്വിജസുതഃ ആ ബ്രാഹ്മണൻ അഭിച ആകട്ടെ ആ ബ്രാഹ്മണനാകട്ടെ ദുരാശ ദുരാസദം. ഇവിടെ ദ്വാരകയിൽ ആർക്കാണ് പ്രവേശിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ആർക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് പറയാണ്. ദുരാശ ദുരാസദം ദുർബുദ്ധികളായ ആളുകൾക്ക് ദുരാസദം പ്രവേശനം നിഷിദ്ധമായിട്ടുള്ള ഹി തവപുരം അങ്ങനെയുള്ള അങ്ങയുടെ ആ ദ്വാരകയിൽ തൂർണം ഉപായയൗ വളരെ വേഗം എത്തിച്ചേർന്നു. അപ്പൊ അതിൽ നിന്നും ആ ബ്രാഹ്മണൻ വളരെ ഉത്തമനായ ബ്രാഹ്മണനാണ് എന്ന് അർത്ഥമാക്കുന്നു. സഹ ആ ബ്രാഹ്മണൻ ഭവ താപഹൃത ഭവം ഈ സംസാര താപം സംസാര ദുഃഖത്തെ ഹൃത അതിനെ തീർക്കുവാൻ പ്രാപ്തനായിട്ടുള്ള സമർത്ഥനായിട്ടുള്ള ഭവത അങ്ങയാൽ സ്വയം ആ ഭഗവാൻ തന്നെ സ്വയം സാദര പൂജിത ആ ബ്രാഹ്മണനെ സാദരം പൂജിച്ചു. കാരണം ബ്രാഹ്മണർ എപ്പോഴും പൂജിക്കപ്പെടേണ്ടവരാണ് എന്നൊരു കാര്യം ഈ ലോകത്തെ അറിയിക്കുവാൻ കാണിക്കുവാനാണ് ഭഗവാൻ തന്നെ സ്വയം ബ്രാഹ്മണനെ പൂജിച്ചത്. എന്നിട്ട് സാദര പൂജിത മുദം അവാപച അങ്ങനെ ഭഗവാനാൽ പൂജിക്കപ്പെട്ടപ്പോൾ ആ ബ്രാഹ്മണൻ വളരെയധികം മുദം അവാപ സന്തോഷിക്കുകയും ചെയ്തു. അപ്പോ ഭഗവാന്റെ ആ ദ്വാരകയിൽ ദുഷ്ടന്മാരായ ആളുകൾക്ക് പ്രവേശനമില്ല. അപ്പൊ അവിടെ ദ്വാരകയിൽ മാത്രമല്ല ഭഗവാനിലേക്ക് അടുക്കാനും നമ്മുടെ ഉള്ളിലെ എല്ലാ ദുഷ്ചിന്തകളും പുറത്തു കളഞ്ഞിട്ട് വേണം ഭഗവാനിലേക്ക് അടുക്കാൻ എന്നുകൂടെ ഇവിടെ അർത്ഥമാക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ ദ്വാരകയിൽ വളരെ വേഗത്തിൽ ആ ബ്രാഹ്മണൻ എത്തിച്ചേർന്നു. ആ ബ്രാഹ്മണനെ കണ്ടതും ഭഗവാൻ സ്വയം ഓടിച്ചെന്ന് ബ്രാഹ്മണനെ സ്വീകരിച്ചു. വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അങ്ങനെ ഭഗവാനാൽ തന്നെ പൂജിക്കപ്പെട്ടതുകൊണ്ട് ആ ബ്രാഹ്മണൻ വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. ശ്ലോകം 5 ദ്വിജസുതോപി ചതൂർണമുപായയൗ തവ പുരം ഹി ദുരാശ ദുരാസദം മുദമവാപ ച സാദര പൂജിത സഭവതാ ഭവതാപഹൃതാ സ്വയം. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എല്ലാ ഗുരുക്കന്മാരെയും നമ്മുടെ ശ്രേഷ്ഠരായ പൂർവികരെയും ഭട്ടതിരിപ്പാടിനെയും വേദവ്യാസിനെയും
കുടുംബദേവത, പരദേവത, ഗ്രാമദേവത തുടങ്ങിയ ദൈവിക ശക്തിവിശേഷങ്ങളെയും ഓർക്കുക ഇവിടെ വച്ചിട്ട്. വളരെ വളരെ ശ്രേഷ്ഠമായൊരു കഥാസന്ദർഭമാണ് ഇത്. അതായത് ജീവാത്മാ പരമാത്മാ സംഗമെന്ന് പറയാം. കുണ്ഠിനപുരം എന്ന് പറഞ്ഞാൽ കുണ്ഠതകളുടെ, ദുഃഖങ്ങളുടെ അവസ്ഥയാണത്. ആ അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടാനുള്ളതായ ഒരു കാര്യമാണ് ഭഗവാനായിട്ട് ചേരുക എന്നുള്ളത്. ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ സ്ഥലത്തും ചെന്ന് കയറാവുന്ന, അതിനൊക്കെ അനുവാദമുള്ളതായ വ്യക്തിയാണ് ബ്രാഹ്മണൻ. ആരും അവരെ തടയില്ല. കാരണം അവർ തികഞ്ഞ സാധകരോ അല്ലെങ്കിൽ ഉപാസകരോ ആയിരിക്കുന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടായിരിക്കാം ഇവിടെ ബ്രാഹ്മണനെ ചിത്രീകരിച്ചത്. അത് മാത്രമല്ല, ഭഗവാനോട് ബന്ധപ്പെടാനായിട്ടൊരു ഗുരുവിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ ഗുരുസ്ഥാനീയനായിട്ട് കാണുന്നതും ഈ ബ്രാഹ്മണനെയാണ്. രുക്മിണീ ദേവിയുടെ കഥ ഭഗവാന്റെ അടുത്ത് പോയി പറയുക, അവരെ യോജിപ്പിക്കുക. അതൊരു ഗുരുവിൻ്റെ കടമയാണ്. ജീവാത്മാവിനെയും ഈശ്വരനോട് അടുപ്പിക്കുക എന്നുള്ളതാണ് ഗുരു ചെയ്യുന്നത്. അടുക്കേണ്ടത് ശിഷ്യനാണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ഏതായാലും ശ്ലോകം 5 പ്രധാനം. അതിൽ പറയുന്നത് ആ ബ്രാഹ്മണപുത്രൻ ആ ശുഭസ്യ ശീഘ്രം എന്നുള്ളതായ പോലെ വേഗം തന്നെ, നാളെ ആവാം, മറ്റന്നാളാവാം, നമ്മളൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. ഇന്നിപ്പോൾ സമയമില്ല, അല്ലെങ്കിൽ അടുത്ത മാസം ആവാം എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും സംഗതികളൊന്നും ശരിയാവില്ല. അതുകൊണ്ടാണ് ചെയ്യാൻ നിശ്ചയിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർത്തോളണം. കാരണം കാലം ഒന്നിനും വേണ്ടി കാത്തു നിൽക്കില്ല. ആവുന്നതും ചെയ്യേണ്ട കാര്യങ്ങൾ നീട്ടിവയ്ക്കാതിരിക്കുകയാണ് ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മടി കൂടാതെ ചെയ്യേണ്ട കാര്യങ്ങൾ വേഗം ചെയ്യുക, അതാണ് വേണ്ടത്. അല്ലാതെ മടി പിടിച്ചോ മറ്റു പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടോ ചെയ്യേണ്ട കാര്യം നീട്ടിവെച്ചാൽ ചിലപ്പോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു വരില്ല. അതൊരു ദുഃഖത്തിനോ പശ്ചാത്താപത്തിനോ കാരണമായി തീരും. അതുകൊണ്ടാണ് ഇവിടെ ബ്രാഹ്മണൻ ആ പ്രേമലേഖനവും കൊണ്ട് തോർണം വായു വേഗം തന്നെ പോയി. എന്താ ദ്വാരകയുടെ പ്രത്യേകത? നഗരികളൊന്നാണ്. അവിടെ ദുഷ്ടന്മാർക്കോ ദുരാഗ്രഹികൾക്കോ സ്വാർത്ഥികൾക്കോ അവർക്ക് ആർക്കും അവിടെ പ്രവേശനം ഇല്ല. കടക്കാൻ ചെന്നെത്താൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് തന്നെ സത്തുക്കൾക്ക്, സജ്ജനങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല സാധകർക്കൊക്കെ തന്നെ ഈ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. ദുരാശയന്മാർക്ക്, ദുഷ്ടചിന്തകളുള്ളവർക്കൊന്നും ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റില്ല. അതാണ് ഇവിടെ വളരെ ഭംഗിയായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ദുരാസദം എന്നുള്ളത്. അപ്പോൾ ഈശ്വരപ്രാപ്തിക്ക് നമ്മൾ ചില സദ്ഗുണങ്ങളും സദ്ഭാവങ്ങളും സദ്ഭാവനകളും സങ്കല്പങ്ങളും ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വളരെ എങ്ങനെ എത്തിയെന്ന് പറയണ്ട. ഗുരുവായൂർക്ക് പുറപ്പെടുക, നമ്മൾ എത്തിക്കുന്നത് ഗുരുവായൂരപ്പനാണ്. ശബരിമലയ്ക്ക് കെട്ടൊക്കെ എടുത്ത് പുറപ്പെടുക, എത്തിക്കുന്നത് അയ്യപ്പനാണെന്ന് പറഞ്ഞ പോലെ എന്തിനെങ്കിലും നമ്മൾ സധൈര്യം ഈശ്വരനെ വിചാരിച്ചുകൊണ്ട് സത്കർമ്മത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് ചെയ്യിച്ചു തരും ഭഗവാൻ. പുറപ്പെടാൻ തയ്യാറായാൽ മതി. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ നല്ല കർമ്മ ചെയ്യണത്. അതുകൊണ്ട് തന്നെ സന്തോഷമായിട്ട് ദ്വാരകയിലെത്തി. എങ്ങനെ എത്തി എന്നുള്ളതിനൊരു ചോദ്യമില്ല അവിടെ ചെന്നു ഭഗവാൻ അവിടെ ഒരു ആട്ടുകടലിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചാൽ മതി. കണ്ട ഉടനെ തന്നെ ബ്രാഹ്മണനെ വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം സ്വീകരിച്ച് ബ്രാഹ്മണനെ പൂജിച്ചു. ബ്രാഹ്മണ പൂജ നടത്തി. അങ്ങനെ ബ്രാഹ്മണനെ അടുത്തൊക്കെ പിടിച്ചിരുത്തി വേണ്ട പോലെയൊക്കെ സൽക്കരിച്ചു. വളരെ ഭംഗിയായിട്ട് തന്നെ. നോക്കൂ ബ്രാഹ്മണൻ്റെ ഭാഗ്യം എന്താണെന്നുള്ളത്. സർവകാലം പൂജിക്കപ്പെടുന്ന ഭഗവാനാണ് ഇവിടെ ബ്രാഹ്മണനെ
പൂജിച്ചത്. കാരണം അത്രയും വലിയ നല്ല കർമ്മമാണ് ബ്രാഹ്മണൻ ചെയ്യണത്. അങ്ങനെ ബ്രാഹ്മണൻ ദ്വാരകയിൽ എത്തിപ്പെട്ടു ഭഗവാന്റെ അടുത്ത്. ഭഗവാൻ അപ്പം ഇവിടെ അറിയേണ്ടത്, കണ്ടറിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുക, സേവിക്കുക എന്നുള്ളത് ഈശ്വരന് ഏറ്റവും പ്രിയപ്പെട്ടതായ ഒരു കാര്യമാണ്. അത് നമ്മൾ അറിയേണ്ടതാണ്. ഈ ബ്രാഹ്മണൻ ചെയ്തത് യോഗത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഭാഗമാണ്. വേറൊരാൾക്ക് അങ്ങനെ പെട്ടെന്ന് ദ്വാരകയിലെത്താൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഉപാസന ശക്തി കൊണ്ടും ആ പരോപകാര പ്രിയത്വം കൊണ്ടുമാണ് നടന്നത്. ഇതൊക്കെ നമുക്കുള്ള പാഠങ്ങളാണ്. ഏതായാലും ദ്വാരകയിൽ ബ്രാഹ്മണൻ സന്തോഷപൂർവ്വം എത്തിച്ചേർന്ന് ഭഗവാനിൽ പൂജിക്കപ്പെട്ടു എന്നാണ് ഈ 5-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി കേൾക്കാൻ പോകുന്നത്. നല്ലൊരു കഥാസന്ദർഭങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. വേദനിക്കുന്നവൻ്റെ വേദന മാറ്റുന്ന ഈശ്വരൻ്റെ കടാക്ഷവും കാരുണ്യവും ഇതിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അടുക്കാൻ സാധിക്കട്ടെ. ഹരിശരണം.